നമസ്കാരം, ഞാൻ ഷാജൻ മിസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സത്യസന്ധനായ പെയിന്ററിന്റെ കഥയാണ്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. ഒരിടത്ത് ഒരു പീറ്റർ എന്ന ഒരു ഒരു പെയിന്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പരമ ദാരിദ്ര്യമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുമായിരുന്നു, നമുക്കെന്നും ഈ ദാരിദ്ര്യമാണോ? അന്നേരം ഈ പെയിന്റർ ഒരു കാര്യം പറയുമായിരുന്നു, ഞാൻ ശുദ്ധമായ കൂലിയെ മേടിക്കാറുള്ളൂ, ഞാൻ കൂടുതൽ കൂലി മേടിക്കാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഒരു മുതലാളി ഇദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന്റെ ബോട്ടിന്റെ പെയിന്റ് അടിക്കാനാണ് ഇദ്ദേഹത്തെ വിളിച്ചത്. അന്നേരം ഈ പീറ്റർ ചെന്നിട്ട് അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ പീറ്റർ ചെന്നിട്ട് മാർക്കറ്റിൽ ചെന്നിട്ട് ഈ പെയിന്റ് അടിക്കാനുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് ചെന്നപ്പോഴാണ് ഇദ്ദേഹം കാണുന്നത്, ഈ ബോട്ടിന് അവിടെ ഒരു ദാഹാരം കാണുന്നുണ്ട്. അതും കൂടെ അടച്ചു കൊടുത്തേക്കാമെന്ന് കരുതി ആ ദാഹം കൂടെ അടച്ചു കൊടുത്ത്. അങ്ങനെ വൈകുന്നേരത്തിനകം ഈ പെയിന്റ് എല്ലാം അടിച്ചു കൊടുത്തിട്ട് എന്നും മേടിക്കുന്ന കൂലിയും മേടിച്ച് ഇദ്ദേഹം വീട്ടിലോട്ട് പോയി. അങ്ങനെ അടുത്ത രാവിലെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ഒരു ഉല്ലാസ യാത്രയ്ക്ക് പോയി. അത് ഈ ബോട്ടിലായിരുന്നു പോയത്. അന്നേരം ഈ വീട്ടിലെ കാര്യസ്ഥൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, യജമാനെ, ആ ബോട്ടിലൊരു ഓട്ട ഉണ്ടായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയതാ. അന്നേരം ഈ യജമാന് ഭയങ്കര സങ്കടമായി. അങ്ങനെ എല്ലാവരും ആ ഭാര്യ മക്കളും തിരിച്ചു വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് ഇദ്ദേഹം കരഞ്ഞു. നിങ്ങൾക്കൊന്നും അപകടമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾക്ക് അപകടമൊന്നും പറ്റിയില്ല, ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട്. അന്നേരം ഈ കാര്യസ്ഥൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു ഓട്ട അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഓട്ടയെ അവിടെ കാണാനില്ല. അന്നേരം ഈ മുതലാളിക്ക് മനസ്സിലായി, ആ പെയിന്റർ ഇതും കൂടെ അടച്ചെന്നു. അങ്ങനെ പീറ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞേ, നീ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വലിയൊരു കാര്യമാണ് ചെയ്തത്. നീ ആ ദാരം അടച്ചില്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ കുടുംബം ജീവനോടെ ഇവിടെ വരത്തില്ലായിരുന്നു. ഒരുപാട് നന്ദി എന്നും പറഞ്ഞ് കുറച്ച് കാശ് എടുത്തു കൊടുത്തു. അന്നേരം അത് വളരെ കൂടുതലുണ്ടായിരുന്നു. അന്നേരം ഈ പീറ്റർ പറഞ്ഞ അതെന്റെ കടമയായിരുന്നു, ഈ കാശ് ഞാൻ മേടിക്കത്തില്ല. ഇല്ല പീറ്റർ, നീ ഇത് മേടിക്കണം. ഇത് നിന്റെ സത്യസന്ധതയുടെയും എല്ലാത്തിൻ്റെയും സമ്മാനമാണ്. ഇത് നീ മേടിച്ചിട്ട് നീ പൊയ്ക്കണം. നിനക്കെന്നും ഞാൻ കടപ്പെട്ടവനായിരിക്കും. പിന്നീട് ഒരിക്കലും പീറ്ററിന് ദാരിദ്ര്യം എന്തെന്ന് അറിയേണ്ടി വന്നില്ല. കൂട്ടുകാരെ, സത്യസന്ധതയോടെ ജീവിക്കണം. സത്യസന്ധതയോടെ എന്തും സാധിക്കണം.